പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. വേദ രാവിലെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. നേരം കമലം വിക്രമിന് കൊടുക്കാനായി ചായ എടുത്ത് വെക്കുക. വേദ കമലത്തിനോട് പറയുന്നുണ്ട്, ഇത് വിക്രമിനുള്ള ചായയാണോ അമ്മേ? നേരം കമലം പറയുക, ആ മോളെ, മോളൊരു കാര്യം ചെയ്, വിക്രമിന് ചായ കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് റെഡിയാവും, നമുക്ക് രണ്ടുപേർക്കും അമ്പലത്തിൽ പോവാം. നേരം വേദ ചോദിക്കുക, മാഷ് വരുന്നില്ലേ അമ്മേ? കമലം പറയുന്നുണ്ട്, മാഷിന്ന് വരുന്നില്ല. നന്ദിനിക്ക് രാവിലെ അമ്പലത്തിൽ വരുന്നതും ഇഷ്ടമല്ല, ഞാന് നിർബന്ധിക്കാറില്ല. അത് മാത്രമല്ല മോളെ, അമ്മ വിളിച്ചവൻ പറഞ്ഞു മോളെയും കൂട്ടി ഞാൻ അമ്പലത്തിലൊക്കെ പോണോന്ന്. ഇത് കേട്ട് വേദ ചിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വിക്രമിന് ചായ കൊടുത്തിട്ട് വരാമേ. ഇത്രയും പറഞ്ഞിട്ട് ഇതാ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന വിക്രമിനെ ഇതാ തട്ടി വിളിച്ചുണർത്തുക. പാടി നിൽക്കുന്നുണ്ട്. വിക്രം വേദയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ഇപ്പോഴേക്കും വേദ പറയുക, ഞാനും അമ്മയും അമ്പലത്തിലേക്ക് പോവുക, നിങ്ങൾ വരുന്നുണ്ടോ? ഇതൊക്കെ ഭക്തിയൊക്കെ നല്ലതാ. ഇത് കേട്ട് വിക്രം പറയുക, നിന്റെ കൂടെ ഞാൻ വരാനോ? ഇതിനി വിക്രമിനെ കിട്ടില്ല. നേരം വേദ പറയുക, നിങ്ങൾ കൂടുതൽ ജാട കാണിക്കണ്ട, എന്നെ ദേഷ്യം പിടിപ്പിച്ച് അറിയാലോ. ഇത് കേട്ട് വിക്രം പറയുക, എന്നാ നീ എന്തെയോടി? എന്നെ പേടിച്ച് ഞാൻ ഇവിടെ ജീവിക്കണോ? പോടി, ഇത് എന്റെ വീടാ. അപ്പോഴേക്കും വേദ പറയുക, വീടൊക്കെ നിങ്ങളതായിരിക്കും, പക്ഷേ നിങ്ങൾ എന്റെ കൂടെ വരും. അച്ഛമ്മ ഞാനൊന്ന് വിളിച്ചാ മതി, അതെന്നെ കൊണ്ട് ചെയ്യിക്കണോ? ഇത് കേട്ട് വിക്രം ദേഷ്യത്തിൽ വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുക, കുറെ നാളായി അച്ഛമ്മയുടെ കാര്യവും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നു, നീ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ലടി. ഇത് കേട്ട് വേദ പറയുക, ആഹാ അങ്ങനെയോ, എന്നാ പിന്നെ വിളിക്കട്ടെ ഞാൻ. പെട്ടെന്ന് വേദ ഫോൺ എടുക്കാനായി പോകുന്നുണ്ട്. നേരെ വിക്രം പറയുക, ഡീ ഞാൻ പറയുന്ന കേക്ക്. വേണ്ട വേണ്ട, ദൈവത്തെ ഓർത്ത് നീ എന്നെ ഒന്ന് വെറുതെ വിട്. ഇത് കേട്ട് വേദ ചിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ വഴിക്ക് വാ. പുലിക്കുട്ടിയെ പോലെ ഇരുന്ന വിക്രം പൂച്ചക്കുട്ടിയായത് കണ്ടോ? എന്താ ഭയം വേണം? ഇത്രയും പറഞ്ഞിട്ട് വേദ ചിരിച്ചുകൊണ്ട് പോവുക. വിക്രം ഇത് കണ്ട് ദേഷ്യത്തിൽ വേദയെ നോക്കണുണ്ട്. വിക്രം ചായ കുടിച്ചിട്ട് കൈവരിയിൽ വന്നിരിക്കുക. അന്നേരം കമലയും വേദയെ അമ്പലത്തിൽ പോവാനായിട്ട് ഇറങ്ങുന്നുണ്ട്. വേദ നല്ല പട്ടുസാരി കൊടുത്ത് സുന്ദരിയായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ട് വിക്രം വേദയെ അമ്പരന്ന് നോക്കി നിൽക്കുക. കണ്ണെടുക്കാണ്ട് ഇത് കമലം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വേദയെ ചിരിച്ചുകൊണ്ട് നോക്കും. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, നിനക്കറിയാമോ വിക്രം വേദ കൊടുത്തിരിക്കുന്ന സാരി ആരുടേന്ന്? ഇത് കേട്ട് വിക്രം വേദയെ നോക്കിയിട്ട് കമലത്തിനോട് പറയുന്നുണ്ട്, എന്നെ ഇതൊക്കെ നോക്കലല്ലേ എന്റെ ജോലി, എനിക്കറിയില്ല അമ്മേ. നേരം പറയുക, ഇത് അച്ഛമ്മ വേദയ്ക്ക് കൊടുത്ത സാരിയാ. ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് പോകുമ്പോ ഈ സാരി ഉടുത്തിട്ട് പോണെന്ന് പറഞ്ഞിട്ടാ വേദയ്ക്ക് കൊടുത്തത്. ഞാനാ പറഞ്ഞത് സാരി ഒന്ന് കൊടുക്കാൻ. ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കണുണ്ട്. വിക്രം വേദനെ നോക്കുക. ഇത് കണ്ട് നന്ദിനി പറയുക, മറ്റുള്ളവരുടെ മനസ്സിലൊക്കെ പല വിദ്യകളും പറഞ്ഞു തരും അച്ഛമ്മ. അതൊന്നും കേട്ട് വിക്രം കുലുങ്ങില്ല. ഇവളെ വരച്ച വരെ നിർത്താൻ വിക്രമിന് നന്നായി അറിയാം അല്ലേ വിക്രം? ഇത് കേട്ടൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് കമലം പറയുക, നമുക്കെന്നാ പോവാൻ മോളെ. രണ്ടുപേരും അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. വേദയെ അസൂയയോടെ നോക്കി നിൽക്കുക നന്ദിനി. വേദ പോകുന്നത് വിക്രവും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. അമ്പലത്തിൽ പോയിട്ട് കമലവും വേദയും തുളസിന്റെ അടുത്തേക്ക് പോവുക. വിക്രമിന്റെ ഗ്രഹനില നോക്കുന്നുണ്ട്. ജാതകവും നോക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, കമലം വിഷമിക്കേണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മകന്റെ സ്വഭാവത്തിനും ഈ ദുർനടപ്പും എല്ലാം പെട്ടെന്ന് തന്നെ മാറും. അതിനുവേണ്ടിയാണല്ലോ ഭാര്യയായി ഈ കുട്ടിയെ ഇങ്ങോട്ട് അയച്ചത്. വിക്രമിന്റെ ജീവിതത്തിൽ ഈ കുട്ടിയാവും മകനെ നേർവഴി നടത്തുന്നത്. അതിനുവേണ്ടി കൂടിയാണ് ചേരാത്ത ബന്ധങ്ങൾ തമ്മിൽ ഭഗവാൻ കൂട്ടിമുട്ടിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് കേട്ട് വേദ കമലത്തെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു തടസ്സം കാണുന്നുണ്ട്. പരസ്പരം ഒന്നാകണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. ഇങ്ങനെ കരുതിയാ മതി. ഇത് കേട്ട് കമല കാംക്ഷയോട് ചോദിക്കുക, വ്യക്തമായിട്ട് പറയൂ, ഒന്നും മനസ്സിലാവുന്നില്ല. നേരം ജോത്സ്യം പറയുക, അപ്പോൾ മകന്റെ ഗൃഹനിലയിൽ കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതിന് പരിഹാരമായി കുട്ടിയൊന്ന് കുറച്ചുനാൾ വിക്രമിൽ നിന്നും അകന്നു നിൽക്കണം. ഇത് കേട്ട് കമല അമ്പരന്ന് വേദയെ നോക്കണുണ്ട്. എന്നിട്ട് ജോത്സ്യനോട് ചോദിക്കുക, ഇതെന്തിനാ വേദമോള് മാറി നിൽക്കുന്നേ? ഇത് കേട്ട് വേദ ക്ഷമിച്ചിരിക്കുക. അന്നേരം ജോത്സ്യം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഈ കുട്ടി വിക്രമിന്റെ കൂടെ ഉണ്ടായിരുന്നാൽ വിക്രമിന് ഒരു ആപത്തും ഉണ്ടാവില്ല. ഇവരെ തമ്മിൽ ആർക്കും പിരിക്കാനും കഴിയില്ല. ഇത് കേട്ട് വേദ ലതും ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ജോത്സ്യം പറയുക, ഞാൻ അകന്നു നിൽക്കാൻ പറഞ്ഞത് വേറൊന്നിനുമല്ല, വിക്രമിന്റെ ദോഷങ്ങൾ മാറാൻ പൂജ നടത്തണം. ആ സമയത്ത് കുട്ടി ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. 2 ദിവസം കുട്ടിയുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് കേട്ട് കമല ആശ്വാസത്തോടെ വേദയെ നോക്കുക. വേദയപ്പോൾ ജോത്സ്യനോട് ചോദിക്കുന്നുണ്ട്, ഇതിന് ഞാൻ മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നേരം പറയുക, നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ശത്രുക്കൾ ഒന്നല്ല, ഒന്നിൽ കൂടുതല. ഭഗവാനുള്ള പ്രാർത്ഥന അധികമായി വേണം. ഇതിലെ ആചാരപ്രകാരം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് ശാസ്ത്രം. ഇത് കേട്ട് വേദമൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് രണ്ടുപേരും വീട്ടിലോട്ട് വരുന്നുണ്ട്. വിക്രം പാർട്ടി ഓഫീസിൽ പോവാനായി വീട്ടിലോട്ട് കയറുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീനിസാറ് വിളിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അത്യാവശ്യമായി ഇടം വരെ പോണം, കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എന്റെ കൂടെയുള്ളവർ വിക്രമിന്റെ വീട്ടിൽ വരും, അവരുടെ കൂടെ കാറിലെങ്കിൽ പോന്നാ മതി. ഇത് കേട്ട് വിക്രം പറയുക, ശരി സാർ. നേരം കാറ് വീട്ടിലോട്ട് വരുന്നുണ്ട്. വിക്രം പെട്ടെന്ന് കാറ് കയറി പോകുന്നുണ്ട്. വേദയും കമലവും വിഷമിച്ച് വീട്ടിലോട്ട് വരുക. വേദ ബേഗെല്ലാം പാക്ക് ചെയ്ത് പോവാനായി നിൽക്കുക. ഇത് കണ്ട് നന്ദിനി സന്തോഷത്തോടെ നിൽക്കുക. വിക്രമിനെ ഒന്ന് കണ്ടിട്ട് പോകാനായി വേദ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. വേദ വിഷമിച്ചിരിക്കുന്നത് കണ്ട് നന്ദിനി പറയുക, നീ ഇനി അവനെയും കാത്തിരിക്കേണ്ട, അവൻ ബൈക്ക് പോലും എടുത്തില്ല, കാറിൽ കയറി പോകുന്നത് കണ്ടാരോടെയോ സംസാരിക്കുന്നതും കേട്ടു. എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല, അവൻ ഇന്ന് വരുമോന്ന് കൂടി അറിയില്ല, പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കണേ? ഇത് കേട്ട് കമലം പറയുക, അവള് വിക്രമിനൊന്ന് വിളിച്ചു നോക്ക്. നേരം വേദ ഒരുപാട് തവണ
പലതവണ വിക്രമിനെ വിളിക്കുക. വിക്രം ഫോൺ എടുക്കുന്നില്ല. ഫോൺ നോക്കിയിട്ട് വിക്രം പറയുന്നുണ്ട്, എന്തിനാ ഈ നാശം കിടന്ന് വിളിക്കണേ? ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും വേദ കമലത്തിനോട് പറയുന്നുണ്ട്, ഞാൻ വിളിച്ച വിക്രം എടുക്കില്ല അമ്മേ, ഫോൺ വരുമ്പോ അമ്മ പറഞ്ഞാ മതി, ഞാൻ പോവാ. ഇത് കേട്ട് നന്ദിനി സന്തോഷത്തോടെ വേഗം എടുത്ത് വേദയുടെ കയ്യിലോട്ട് കൊടുക്കുക. കമലത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വേദ. എന്നിട്ട് കമലത്തിനോട് പറയുക, ശ്രീചേട്ടത്തി വരുമ്പോൾ പോയെന്ന് പറയണം. ഇത്രയും പറഞ്ഞിട്ട് വേദ പോകാനായി നിൽക്കുക. അന്നേരം കമല ഓടിപ്പോയി വേദയെ കെട്ടിപ്പിടിക്കുക. ഒരു ദിവസമാണെങ്കിലും മോളെ പിരിയാൻ എനിക്ക് പറ്റുന്നില്ല. ഇത് കേട്ട് നന്ദി ദേഷ്യത്തോടെ നിൽക്കുന്നേരം വേദ പറയുന്നുണ്ട്, ഞാനൊരു ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരുമല്ലോ അമ്മ, വിഷമിക്കണ്ട. ഇത്രയും പറഞ്ഞിട്ട് വേദ പോകുന്നുണ്ട്. വേദ നേരെ വീട്ടിലോട്ട് പോവുക. വേഗമായി വന്ന വേദയെ കണ്ട് ശങ്കരനും ശ്രീകാന്തും ഒക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ആരും ഒന്നും ചോദിക്കുന്നില്ല. വേദ നേരെ ഉള്ളോട്ട് പോവുക. മുത്തശ്ശിയും കൂടെ പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് വേദ പറയുക. വിക്രമിനെ കാണാൻ വേദ ഒരുപാട് ആഗ്രഹിക്കുന്നു. വേദയുടെ വിഷമം കണ്ട് മുത്തശ്ശി ചോദിക്കുക, വിക്രമിനെ കാണാൻ പറ്റില്ല എന്നോർത്താണോ മോള് വിഷമിച്ചിരിക്കുന്നത്? ഇത് കേട്ട് വേദ പറയുക, മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായി? പോയിക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എന്റെ മോളെ എനിക്കറിയില്ല, ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും മോളുടെ കഴുത്തിലെ ഭാര്യയുടെ അവകാശിയാണ്. അവളുടെ ഭർത്താവ് അച്ഛന്റെ എപ്പോഴും എന്റെ മകൾക്കുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിക്കുന്നതാ ഭാര്യയുടെ കടമ. ഇത് കേട്ട് വേദ വിക്രമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഉടനെ ബാഗിൽ നിന്നും വിക്രമിന്റെ ബൈക്കിലെ താക്കോല് കയ്യിലെടുക്കുക. പോയിക്കും ശങ്കര ദശിയെ വിളിക്കുന്നുണ്ട്. ദശി ഉടനെ വീട്ടിൽ നിന്നും പോകുന്നുണ്ട്. താക്കോല് കയ്യിൽ പിടിച്ചിട്ട് വേദ പറയുന്നുണ്ട്, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങളെ പിരിയുന്നത് എനിക്ക് ഭയങ്കര വിഷമം. നിങ്ങളുടെ ദേഷ്യമെങ്കിലും കേൾക്കാമല്ലോ. ആ വിളിച്ച ഫോൺ എടുക്കാൻ വയ്യ. നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിക്കുന്നത് കാണിച്ചു തരാം. അപ്പോഴേക്കും പത്മ വരുന്നുണ്ട്. ചോറ് കഴിക്കാനായി വിളിക്കുക. അത് കേട്ട് വേദ ചോറ് കഴിക്കാനായി പോകുന്നുണ്ട്. ആരും വിക്രമിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ ചോദിക്കുന്നില്ല. ചോറ് കഴിച്ച് വേദ മുകളിലോട്ട് പോവുക. അപ്പോൾ മുത്തശ്ശിയോട് ശ്രീകാന്തും ശങ്കരനും ചോദിക്കുന്നുണ്ട്, വേദ ഇങ്ങോട്ട് വന്നത് ഇനി അങ്ങോട്ട് തിരിച്ചു പോകാനാണോ അതോ ഇവിടെ തന്നെ നിൽക്കാനാണോ? അമ്മയോട് എന്താ പറഞ്ഞത്? ഇത് കേട്ട് മുത്തശ്ശി പറയുക, നിങ്ങൾ ആരും ദേഷ്യപ്പെടണ്ട, മോളോടൊന്നും ചോദിക്കേ വേണ്ട. ഇവിടെ വിക്രമിന്റെ പേരിൽ എന്തോ ഒരു പൂജയുണ്ടെന്ന്. ഒരു ദിവസം വേദയോട് ഇവിടെ നിന്ന് മാറി നിൽക്കാനാ പറഞ്ഞേ, അതാ മോൾ ഇങ്ങോട്ട് വന്നത്. ഇതിനെ കുറിച്ച് ഇനി മോളോടൊന്നും ചോദിക്കണ്ട. ഇത് കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുക. എന്നിട്ട് പറയുന്നുണ്ട്, ഓ അതാണോ ഇങ്ങ് വന്നത്? ഒരു ദിവസം ഉണ്ടല്ലോ, എന്താ ചെയ്യാൻ പറ്റിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ പോവുക. അത് കണ്ട മുത്തശ്ശി ശങ്കരനോട് പറയുന്നുണ്ട്, ശ്രീ പറഞ്ഞിട്ട് പോയത് കേട്ടോ, നീ അവനോട് പറയണം, ആവശ്യമില്ലാതെ വിക്രമിനെ ഉപദ്രവിക്കാനോ ശല്യം ചെയ്യാനോ പോവല്ലെന്ന്. ശങ്കരൻ പറയുന്നുണ്ട്, ഇവൾക്ക് അച്ഛനേക്കാളും ആരെക്കാളും വലുത് ആ തെമ്മാടിയാണെങ്കിൽ ആയിക്കോട്ടെ അമ്മ, എനിക്കൊരു വിരോധവും ഇല്ല. ഇത്രയും പറഞ്ഞിട്ട് ക്ഷമത്തോടെ പോണുണ്ട്. വിക്രം രാത്രി വൈകി വീട്ടിലോട്ട് വരുക. അറിയുന്ന ഇറങ്ങുന്നത് കമലം കാണുന്നുണ്ട്. വിക്രം നടന്നു വരുക. അന്നേരം കമലത്തെ കണ്ട് വിക്രം അടുത്തേക്ക് പോവുക. എന്നിട്ട് പറയുന്നുണ്ട്, എത്ര നാളായി എന്നെ കാത്തു അമ്മ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാം നശിപ്പിച്ചത് അവളാ. അവ ഉറങ്ങിയോ? എവിടെ? എന്റെ മുറിയിൽ കാണും. ഇത് കേട്ട് കമലം പറയുക, മോളിവിടെ ഇല്ല, മോള് മോളുടെ വീട്ടിൽ പോയി. ഇത് കേട്ട് വിക്രകെ അമ്പരന്ന് നിൽക്കും. എന്നെ ചോദിക്കുക, അവളിവിടെ ഇല്ലേ? ഇവിടെ വന്ന് ആരാ കൂട്ടിയിട്ട് പോയേ? ഇത് കേട്ട് കമലം പറയുക, ആരും കൂട്ടിയിട്ട് പോയതല്ല, മോള് തന്നെ പോയതാ. ഇത് കേട്ട് വിക്രം ഒരുപാട് വിഷമിക്കുന്നുണ്ട്. വിക്രമിന്റെ മുഖത്തെ പാവം കണ്ട് കമലം പറയുക, മോള് നാളെ കഴിഞ്ഞോട്ട് തന്നെ വരും. നിന്റെ പേരിൽ ഒരു പൂജയുണ്ട്, നീ നാളെ വീട്ടിൽ തന്നെ വേണം. വീട്ടിൽ വെച്ചാ പൂജ. അത് കഴിഞ്ഞ് ഏത് മോൾ ഇങ്ങോട്ട് തന്നെ വരും. ഇത് കേട്ട് വിക്രം ചോദിക്കും, പൂജയോ? എന്ത് പൂജ? കമലം പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. നീ എന്നെ കുറിച്ച് നിനക്ക് ചിന്ത കാണില്ല, പക്ഷെ നിന്നെ പ്രസവിച്ച എനിക്ക് വേദനയുണ്ട്. നിനക്കൊരാപത്തും വരല്ലെന്ന എന്റെ പ്രാർത്ഥന. അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ മുറിയിലോട്ട് പോവുക. നേരം കമലം ചോദിക്കും, ചോറ് കഴിക്കുന്നില്ലേ മോനെ? വിക്രം പറയുന്നുണ്ട്, വേണ്ടമ്മേ, വയറ് നിറഞ്ഞ്. അന്നേരം കമലം പറയുക, വേദമോള് പോകാൻ നേരം നിന്നെ എത്ര തവണ വിളിച്ചതാ, ഒരിക്കലെങ്കിലും നീ ഫോൺ എടുത്തോ? നിന്നെ കണ്ടിട്ട് പോണോന്ന് വേദമോള് ഒരുപാട് ആഗ്രഹിച്ചു, ഒന്ന് പറയാൻ കൂടി നീ ഫോൺ എടുത്തില്ല. ഇത് കേട്ട് വിക്രം വിഷമത്തോടെ കമലത്തെ നോക്കണുണ്ട്. എന്നിട്ട് പെട്ടെന്ന് മുറിയിൽ കയറി കഥക് പൊട്ടുക. ഇത് കണ്ട് കമല മാഷിനോട് പോയി പറയുക, വേദമോള് പോയതിൽ വിക്രമിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ട് മാഷെ. വേദയോടുള്ള സ്നേഹം പുറത്ത് കാട്ടാത്തതാ. ഇത് കേട്ട് മാഷ് പറയുക, അവൻ സ്നേഹിച്ചവരെയൊക്കെ അവൻ വേദനിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, അന്നും ഇന്നും എന്നും. ഇത് കേട്ട് കമലൊന്നും മിണ്ടുന്നില്ല. വിക്രം മുറി വന്ന് കിടക്കുന്നുണ്ട്. വേദയെ കുറിച്ച് ചിന്തിക്കുക. ഫോൺ എടുത്ത് നോക്കുക. വേദയൊന്ന് വിളിക്കാൻ വിക്രമിന് തോന്നുന്നുണ്ട്. എന്നിട്ടും വിക്രം വിളിക്കുന്നില്ല. വേദ ഉറങ്ങാതെ വിക്രമിനെ ചിന്തിച്ചുകൊണ്ട് കിടക്കുക. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഇതുവരെ വിക്രം എന്നെ വിളിച്ചില്ലല്ലോ, ഇതുവരെ വീട്ടിൽ വന്നു കാണില്ലേ? അപ്പോഴേക്കും വിക്രം ബൈക്കിന്റെ കീ എടുക്കാൻ അത് തുറക്കുന്നുണ്ട്. ബൈക്കിൽ പോയി നോക്കുമ്പോൾ താക്കോല് കാണുന്നില്ല. അറയിലൊക്കെ നോക്കുക. എന്നിട്ട് വിക്രം മുറിയിലോട്ട് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, ഈ താക്കോൽ എവിടെ പോയതാ? ഞാൻ ഇവിടെ വെച്ചിട്ടല്ലേ പോയത്, പിന്നെ അതെവിടെ പോയി? അമ്മയെ ഏട്ടത്തെയൊന്നും എടുക്കില്ല, ഇനി അവളെങ്ങാനും എടുത്തിട്ട് പോയി കാണുമോ? അലമാരയിന്ന് പട്ട് എടുത്തിട്ട് പോയോളാ, അവള് തന്നെ എടുത്തിട്ടുണ്ടാവും. വിക്രം ഉടനെ വേദയെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദയുടെ ഫോണിലോട്ട് കോള് വരുന്നുണ്ട്. വിക്രമിന്റെ നമ്പർ കണ്ട് വേദ ഉടനെ ഫോൺ എടുത്ത് നോക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കാത്തിരിക്കുവായിരുന്നു എന്ന് വേദ ഹലോ എന്ന് ചോദിക്കുക. അന്നേരം വിക്രം പറയുന്നുണ്ട്, എടി നീയാണോ എന്റെ ബൈക്കിന്റെ താക്കോൽ എടുത്തത്? ഇവിടെ ഒന്നും കാണുന്നില്ല. ഇത് കേട്ട് വേദ പറയുക, ഇത് കൊള്ളാലോ, എനിക്കെന്തിനാ നിങ്ങളുടെ താക്കോൽ? എനിക്ക് സ്വന്തമായിട്ട് കാർ ഇവിടെ ഉണ്ട്, പിന്നെ എന്തിനാ എനിക്ക് നിങ്ങളുടെ ബൈക്കിന്റെ താക്കോല്? ഇത് കൊള്ളാലോ, രാത്രി വിളിച്ചിട്ട് താക്കോല് ചോദിക്കുന്നു, നിനക്ക് എന്താ പ്രശ്നം? ഇത് കേട്ട് വിക്രം പറയുക, കൂടുതൽ നമ്പർ ഇറക്കല്ലേ, എനിക്കറിയാടി. ഇതിനു മുന്നേ നീ ഇവിടുന്ന് പോയപ്പോ പട്ടയത്തിന്റെ രേഖകളെല്ലാം നീ കൊണ്ടുപോയത് ഞാൻ മറന്നിട്ടില്ല, എനിക്ക് ആ താക്കോല് വേണം. ഇത് കേട്ട് വേദ പറയുക, ഓ ഇപ്പോഴാണ് ഓർമ്മ കിട്ടിയത്, ഞാനാ എടുത്തത്, പോയി എങ്ങനെ തരാനാ, ഞാൻ ഇങ്ങോട്ട് വരട്ടെ? ഇത് കേട്ട് വിക്രം പറയുക, എടി കള്ളി, നിനക്ക് എന്തിനാടി എന്റെ താക്കോല്? എനിക്കിപ്പോ വേണം. ഇത് കേട്ട് വേദ പറയുക, എനിക്ക് എന്തായാലും ഇപ്പൊ അങ്ങോട്ട് വരാൻ പറ്റില്ല, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇത് കേട്ട് വിക്രം പറയുക, ഞാൻ എങ്ങനെ
എങ്ങനെ വരാനാ? ആ കോല് നിന്റെ കയ്യിലല്ലേ? പിന്നെ രാത്രി എന്റെ വീട്ടിൽ ഞാൻ വരാനോ? എനിക്ക് നിന്നെ കാണണ്ട. ഇത് കേട്ട് വേദ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാ മതി, ഇല്ലെങ്കിൽ എന്റെ കയ്യിലിരുന്നോട്ടെ. ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുക. വിക്രം ഉടനെ ഷോപ്പിലെ ഫ്രണ്ട്സിനെ വിളിച്ച് സൈക്കിള് വേദയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇത് കണ്ട് ഷോപ്പിലെ ഫ്രണ്ട് പറയുക, ഇതാണോടാ എന്റെ ഭാര്യയുടെ വീട്? വിക്രം പറയുന്നുണ്ട്, ആ ഇതാ. അന്നേരം പറയുക, എന്റെ ഈശ്വര, അത്രയും വലിയ വീടോ? ഇത് വീടല്ലടാ, കൊട്ടാരവാ കൊട്ടാരം. ഈ വലിയ വീടിട്ടിട്ടാണോ എന്റെ ആ കുഞ്ഞു വീട്ടിൽ വന്ന് താമസിക്കുന്നേ? അവളെയാണോ നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇതുപോലൊരു പെണ്ണിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണോടാ നീ? ഇത് കേട്ട് വിക്രമിനോട് പറയുക, എനിക്ക് ആ ഭാഗ്യം വേണ്ട. വീട് നോക്കി അമ്പരം നിൽക്കുക ഫ്രണ്ട്. അപ്പോഴേക്കും വിക്രം വേദയെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുക, ഞാൻ നിന്റെ വീട്ടിന് മുന്നിലുണ്ട്, ആ താക്കോല് കൊണ്ട് ഇങ്ങോട്ട് പാടി. ഇത് കേട്ട് വേദ പറയുക, എനിക്ക് വരാൻ പറ്റില്ല, പുറത്ത് അച്ഛനും പ്രിയേട്ടനൊക്കെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇത് കേട്ട് വിക്രം ചോദിക്കുക, അങ്ങോട്ട് വരാനോ? ഞാനോ? എന്റെ പട്ടി വരും, മര്യാദയ്ക്ക് താക്കോൽ ഇങ്ങോട്ട് കൊണ്ടുപാടി. ഇത് കേട്ട് വേദ പറയുക, നിങ്ങൾക്ക് മതിൽ ചാടാൻ അറിയാമോ? ചാടിങ്ങി വരണം. എന്റെ മുറി മുകളില. എന്റെ മുറി എവിടെയെന്ന് പറഞ്ഞു തരാം. പച്ച ലൈറ്റ് കാണുന്നില്ലേ? അതാ എന്റെ മുറി. കൈ കാണിക്കുക. വേദ ചെന്നന്റെ അരികെ പോയി വിക്രമിനെ നോക്കി കൈ കാണിക്കത്. വിക്രം കാണുന്നുണ്ട്. എന്നിട്ട് വേദ പറയുക, നിങ്ങൾ മതിൽ ചാടി ചെന്നന്റെ അരികെ വാ. നിങ്ങൾ വലിയ ഗുണ്ട് എന്നൊക്കെയല്ലേ പറയുന്നേ? നിങ്ങളുടെ ധൈര്യം ഞാനൊന്ന് കാണട്ടെ. ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുക. എന്നിട്ട് ചിരിക്കുന്നുണ്ട്. നേരെ വിക്രം അതിൽ ചാടുന്നുണ്ട്. വേദയുടെ മുറിയിലോട്ട് പോവുക. ചെന്നന്റെ അരികിൽ നിന്നും വിക്രം വിളിക്കുന്നുണ്ട്. വിളി കേട്ട് വേദ ചെന്നന്റെ അരികെ പോയി നോക്കുക. വിക്രമിനെ കണ്ട് വേദ പൊട്ടി ചിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ കാണാനല്ലേ നിങ്ങൾ മതിൽ ചാടി ഇപ്പൊ ഇവിടെ വന്നത്? ഇത് കേട്ട് വിക്രം പറയുക, ആരി അതിന്റെ താക്കോലെഴുതി, എനിക്ക് പോണം. ഇത് കേട്ട് വേദ പറയുക, കുറച്ചുനേരം അങ്ങനെ നിക്ക്, എനിക്ക് നിങ്ങളെ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി തന്നെയാ മനഃപൂർവ്വം ആ താക്കോല് എടുത്തിട്ട് വന്നത്. താക്കോല് വേണ്ടേ? വിക്രമിന് നേരെ നീട്ടുന്നുണ്ട്. വിക്രം വേദയെ നോക്കി ഇങ്ങനെ നിൽക്കുക. നേരം വേദ ചോദിക്കുക, എന്താ ഇങ്ങനെ നോക്കുന്നേ? താക്കോല് കിട്ടിയില്ലേ? ഇനി പൊക്കോ. ഇത് കേട്ട് വിക്രം വേദയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക. അപ്പോഴേക്കും വേദ ചോദിക്കുക, എന്താ പോവാൻ തോന്നുന്നില്ല? ഇത് കേട്ട് വിക്രം ഒന്നും പറയാണ്ട് അവിടെ നിന്ന് ഇറങ്ങി മതില് ചാടി പുറത്ത് വരുന്നുണ്ട്. ഇത് കണ്ട് ഫ്രണ്ട്സ് ചോദിക്കുക, എത്ര നേരം ഇനി പോയിട്ട്? ഞാൻ കരുതി നീ വരില്ലെന്ന്. ഇത് കേട്ട് വിക്രം പറയുക, പതിയെ പറ. വേദയപ്പോൾ എന്നെ അരികിൽ നിന്ന് വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് കൈ കാണിക്കുക. ഇത് കണ്ട് വിക്രം വേദയെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം പോകുന്നുണ്ട്. ബൈക്കിലിരുന്ന് വിക്രം വേദയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പോയിട്ട് മനസ്സിൽ പറയുക, അവൾ എന്നെ കാണാൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ ഞാൻ അവളെ കാണാൻ ആഗ്രഹിച്ചു. അവളെ കാണാനും പറ്റി. എന്തുകൊണ്ടായിരിക്കും അവളെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നേ? വീട്ടിലുണ്ടായിരുന്നപ്പോ എനിക്ക് ആ ഫീൽ ഉണ്ടായിരുന്നില്ല. കൂടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ അവളെ എപ്പോഴും കാണാൻ തോന്നുന്നു. വിക്രം മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് വിക്രം ചിരിച്ചുകൊണ്ട് ബൈക്ക് ഓട്ടിക്കുന്നുണ്ട്.